കൈകൾ അല്ലാഹുവിനോട് സംസാരിക്കും. അല്ലാഹുവേ, ഈ കൈകൾ കൊണ്ടാണ് അവൻ ആ അശ്ലീല കാഴ്ചകൾ തിരഞ്ഞത്. ഈ കൈകൾ കൊണ്ടാണ് അവൻ മറ്റുള്ളവന്റെ മുതൽ കവർന്നത്. ഈ കൈകൾ കൊണ്ടാണ് അവൻ മറ്റൊരാളെ വേദനിപ്പിച്ചത് എന്ന് കൈകൾ വിറച്ചുകൊണ്ട് വിളിച്ചു പറയും. നിങ്ങളുടെ വിരലുകൾ സ്മാർട്ട് ഫോണിൽ ചെയ്ത ഓരോ തിന്മയും ടൈപ്പ് ചെയ്തതും സാക്ഷ്യപ്പെടുത്തും. നിങ്ങൾ നടന്ന വഴികളെക്കുറിച്ച് കാലുകൾ സംസാരിക്കും. നിങ്ങൾ ഒളിഞ്ഞുനോക്കിയ ഹറാമായ കാഴ്ചകളെക്കുറിച്ച് കണ്ണുകൾ അല്ലാഹുവിനോട് തുറന്നു പറയും. നിങ്ങളുടെ തൊലിപ്പുറന്നൽ പോലും അന്ന് നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കും. നിങ്ങൾ നടുക്കത്തോടെ നിങ്ങളുടെ ശരീരത്തോട് ചോദിക്കും, നീ എന്തിനാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്? അവർ പറയും, എല്ലാ വസ്തുക്കൾക്കും സംസാരശേഷി നൽകിയ അല്ലാഹു ഞങ്ങൾക്കും സംസാരശേഷി നൽകിയിരിക്കുന്നു. അല്ലാഹു പറയുന്നു, നിങ്ങൾ മറച്ചതെല്ലാം നിങ്ങളുടെ ശരീരം അന്ന് തുറന്നു പറയും. നാം ഇന്ന് നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്ന ഈ ശരീരം തന്നെ അന്ന് നമുക്കെതിരെയുള്ള ഏറ്റവും വലിയ സാക്ഷിയാകുന്ന നിമിഷം. ഇതിനേക്കാൾ വലിയൊരു നിസ്സഹായത വേറെയുണ്ടോ? അടുത്ത ഘട്ടം നിങ്ങളുടെ ജീവിതരേഖകൾ വിതരണം ചെയ്യപ്പെടുന്നതാണ്. കോടിക്കണക്കിന് രേഖകൾ വായുവിൽ പറന്നുവരും. ആകാശത്തുനിന്ന് മഴ പെയ്യുന്നതുപോലെ രേഖകൾ നിങ്ങളുടെ അടുത്തേക്കെത്തും. ലോകാവസാനം വരെയുള്ള ഓരോ സെക്കൻഡും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗ്യവാന്മാരായ വിശ്വാസികൾക്ക് അത് വലത് കൈയിൽ ലഭിക്കും. അവർ ആനന്ദത്താൽ നിലവിളിക്കും, ഹാ ഉമുഖ്റുഊ കിതാബിയ, ഇതാ എന്റെ പുസ്തകം, നിങ്ങൾ വായിച്ചു നോക്കൂ. അവരുടെ മുഖം പൂർണ്ണ ചന്ദ്രനെപ്പോലെ തിളങ്ങും. നന്മകൾ നിറഞ്ഞ ആ പുസ്തകം കണ്ട് അവർ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കും. എന്നാൽ നിങ്ങളുടെ പുസ്തകം ഇടത് കൈയിലോ അല്ലെങ്കിൽ പുറകിലൂടെയോ ആണ് വരുന്നതെങ്കിൽ അതോടെ നിങ്ങളുടെ കഥ അവസാനിച്ചു. അതാ, നിങ്ങളുടെ പുസ്തകം ഇടത് കൈയിൽ പതിക്കുന്നു. അത് നെഞ്ചു പിളർന്ന് പുറകിലൂടെയാണ് വരുന്നത്. എന്റെ പുസ്തകം എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് നിങ്ങൾ തല തല്ലി വിലപിക്കും. ആ പുസ്തകത്തിൽ ഒരു ചെറിയ അണുവോളം തിന്മ പോലും വിട്ടുപോയിട്ടുണ്ടാകില്ല. ദുനിയാവിൽ വെച്ച് നിങ്ങൾ നിസാരമെന്ന് കരുതിയ കളിയാക്കലുകളും കള്ളങ്ങളും വരെ അവിടെ വലിയ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കും. നിങ്ങളുടെ രഹസ്യ ചിന്തകൾ പോലും അവിടെ അക്ഷരങ്ങളായിരിക്കും. അല്ലാഹു കൽപ്പിക്കും, നിന്റെ പുസ്തകം നീ തന്നെ വായിക്കുക. നിനക്കെതിരെ കണക്ക് നോക്കാൻ ഇന്ന് നീ തന്നെ മതി. ഓരോ വരിയും വായിക്കുമ്പോൾ നിങ്ങളുടെ ചങ്കിടിപ്പ് വർദ്ധിക്കും. ഓരോ നിഗൂഢ പാപവും നിങ്ങളുടെ കൺമുന്നിൽ ഒരു സിനിമ പോലെ തെളിയും.